ഹിമഗണമണിയുമി മലരിതൾ തഴുകുമൊരിളവയിൽ വിരലുകളെ അലകളിൽ ഇളകിയും ഇലകളിലിടറിയുമീ വഴി കനികളിൽ നിറയുമി മധുരസ കണികകൾ നുകരുക കുരുവികളെ വരിക പുൽത്തുമ്പിലറിയ നീർത്തുള്ളി എഴുതിയ കവിതയിലെ വരിപ്പോൽ. എന്തൊരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു ഗണേശ് ചേട്ടാ ഇത് വയലിനില്. വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സോങ് ആയിരുന്നു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു ഇവിടെ നിന്ന് പാടുന്നത്, അതാ ഞാൻ കയറി വന്നേ. അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു എൻഡറിങ് ഒരു റൊമാൻറ്റിക് ഒരു ഡ്യുവറ്റ് ആയി. സന്തോഷം. ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു അതല്ലേ. അത് തന്നെയായിരുന്നു തോന്നുന്നു ഗണേശ് ചേട്ടന്റെ ഈ മ്യൂസിക് ഫിലിമിലെ പാട്ടുകളിലെ ഒരു ഹിറ്റായ ഒരു സംഭവം അല്ലേ? അതെ, എന്ന് പറഞ്ഞാൽ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ഒരു മേൽവിലാസം എനിക്ക് ഉണ്ടാക്കി തന്ന ആദ്യത്തെ പാട്ട് ഇതായിരുന്നു. അതിനു മുമ്പ് കുറച്ച് സിനിമകളിൽ പാടിയെങ്കിലും ഇത്ര അറ്റൻഷൻ കിട്ടിയ ആദ്യത്തെ പാട്ട് ഇതായിരുന്നു. ഗണേശേട്ടാ, ഇപ്പൊ നമ്മള് ഈ വയലിലെ പാട്ട് വെച്ച് തുടങ്ങി, എന്നാലും എനിക്ക് തോന്നുന്നു ഡിവോഷണൽ രംഗത്തില് ഒരു കൊച്ചു കുലപതിയാണ് ഗണേശ് ചേട്ടൻ. സത്യമായിട്ടും 10,000 പാട്ടുകളോളം പാടിയിട്ടുണ്ട്. 5000 പാട്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റെല്ലാം പെടും. അതിലൊരു ഏകദേശം ഒരു 4000-ഓളം പാട്ടുകൾ ഈ ഭക്തിഗാനങ്ങളായിരിക്കണം. ബാക്കി എല്ലാം കൂടെ ചേർത്താൽ അത് സിനിമ പാട്ടും അങ്ങനെ അല്ല. പക്ഷെ ഡിവോഷണൽ സോങ്സ് നാടകഗാനം അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഡിവോഷണൽ സോങ്സിന്റെ തുടക്കം എങ്ങനെ എവിടെ നിന്നായിരുന്നു ഗണേശ് ചേട്ടാ? അമ്മ ഓഡിയോസ് അല്ലേ? ഇൻഡിപെൻഡന്റ് സോങ്സ് എന്ന് പറയുന്നത് അത് അവിടുന്നാണ് നമ്മൾ ആദ്യം സോങ്സ് പാടി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷിന്റെ ഒക്കെ ഡിവോഷണൽ അല്ലേ ഏട്ടൻ പാടിയിരിക്കുന്നത്? അത് വിരലെണ്ണാവുന്ന പാട്ടുകൾ. മാഷ് കൂടെ കുറച്ച് വർക്കുകൾക്ക് അസിസ്റ്റ് ചെയ്തിരുന്നു, ട്രാക്ക് പാടാനും ഒക്കെ ആയിട്ട്. ആ കൂട്ടത്തില് നമ്മുടെ ഭാഗ്യം കൊണ്ട് കുറച്ച് പാട്ടുകൾ സാറിന്റേതായിട്ട് എനിക്ക് പാടാൻ പറ്റി. ആലപ്പുരംഗനാഥൻ അദ്ദേഹത്തിനൊക്കെ പാട്ട് പാടുന്നുണ്ടോ? പാടിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് അയ്യപ്പൻ ഡിവോഷണൽ 10 പാട്ടിന്റെ എക്സ്ക്ലൂസീവ് ആൽബം ഒക്കെ പാടിയിട്ടുണ്ട്. ഒരു പാട്ട് പാടും അദ്ദേഹത്തിന്റെ പാട്ട് ഭക്തിഗാനത്തില് പമ്പയാറേ പമ്പയാറേ ലാലാരാരാര കനിയൂ പുണ്യമൂലും നാനരരാര മലയിറങ്ങി വരൂ ശബരി മലയിറങ്ങി വരൂ. ഭയങ്കര രസം അവരുടെ കമ്പോസിംഗ് രീതി അല്ലേ? എനിക്ക് തോന്നുന്നു ഗണേശ് ചേട്ടന്റെ ഈ ഒരു മ്യൂസിക് ഇതില് കരിയറില് ഒട്ടുമിക്ക ലെജൻസിന്റെ കൂടെയും വർക്ക് ചെയ്തു അല്ലേ? മ്യൂസീഷ്യൻസ് രാഘവമാഷ് ഉൾപ്പെടെ. അതാ ഞാൻ പറയാം, രാഘവമാഷ്, ഇപ്പൊ സ്വാമിയുടെ കൂടെ പാടുന്നുണ്ട്, പിന്നെ ജെറിമാഷ്, ജയവിജയ, ടി.എസ്. രാധാകൃഷ്ണൻ, അങ്ങനെ എല്ലാവരുടെയും കൂടെ കുറെ ഭാഗ്യമുണ്ട്. എനിക്ക് MSVയുടെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഒരു വലിയ നഷ്ടമാണ്. നഷ്ടം എന്ന് പറയാൻ അല്ല, പക്ഷെ ഇതൊക്കെ നേട്ടങ്ങളാണല്ലോ നമ്മൾ ആദ്യം പറയുക. സത്യം. അതിനുശേഷം നമുക്ക് നഷ്ടം എന്ന് പറയുന്ന സംഭവം. അതുപോലെ ഗണേശ് ചേട്ടൻ എവിടെയോ പറയുന്ന കേട്ടു ഞാൻ ഏതോ ഇന്റർവ്യൂവിനകത്ത് SPBയെയും കണ്ടിട്ടില്ല എന്നുള്ളൊരു വലിയ സങ്കടമാണ്. അതെ, അത് പലപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് വന്നിട്ട് ഒരുപക്ഷെ നമ്മൾ ആ ദിവസം വേറെ എൻഗേജ്ഡ് ആയിരിക്കാം, ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഗണേശ് ചേട്ടാ, ഇപ്പൊ ഗണേശ് ചേട്ടനാണെങ്കിലും നിറയെ പാട്ടുകളൊക്കെ പാടാൻ പോകുമ്പോൾ ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കും, ചിലപ്പം വളരെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോ ഈ പാട്ട് പഠിക്കാനുള്ള ഒരു കിട്ടുമ്പം എങ്ങനെയാണ് ഗണേശ് ചേട്ടൻ ഒരു റെക്കോർഡിംഗിലേക്ക് അത് എത്തിച്ച് അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുമ്പോ ഈ പറയുന്ന പോലെ ഈ ജയേട്ടൻ, ദാസേട്ടൻ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പാട്ടുകൾ കേട്ടതിൻ്റെതായിട്ടുള്ളൊരു സംഭവം അതിലേക്കൊക്കെ നിറയ്ക്കുകയോ? പിന്നില്ല, അത് നമ്മൾ ഇവരെയൊക്കെ കേട്ടോണ്ടല്ലേ നമ്മൾ പാട്ടുകാരായി. ദാസാറൊക്കെ ഇങ്ങനെ പാടിയോണ്ടാ നമ്മള് അതിന്റെ താഴെ ഇവിടെയെങ്കിലും നമ്മൾ നിൽക്കുന്നത്. ജയൻ സാറാണെങ്കിലും അവരുടെയൊക്കെ പാട്ട് കേട്ട് വളർന്ന് അവരുടെ പാട്ട് കേട്ട് പഠിച്ച് നമ്മള് ഒരു ഗുരുമുഖത്ത് നിന്ന് പോലെ തന്നെ നമ്മൾ പഠിച്ച് നമ്മള് വേദികളിൽ പാടുകയും കോളേജ് പോലെ അവരുടെ ഓരോ പാട്ടുകളും കുട്ടിക്കാലം മുതലേ നമ്മള് അങ്ങനെയല്ലേ. അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട ധനം എന്ന് പറയുന്നത്. ശരിക്കും. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പലപ്പോഴും പാടുമ്പോ ചെറിയ ചെറിയ റിസംബ്ലൻസ് ഒക്കെ ഉണ്ടാകും. ഞാനിത് പറയാൻ വരുമായിരുന്നു. ഗണേശ് ചേട്ടൻ പാടുമ്പോ ചില പാട്ടുകൾ പാടുമ്പോ എനിക്ക് ചിലപ്പോ ഇതുപോലെ ജയേട്ടൻ ഇടുന്ന ചെറുതായിട്ടൊക്കെ ചില സാധനങ്ങൾ തോന്നാറുണ്ട്. അപ്പൊ ഞാൻ പറയാ കൊള്ളാം, നല്ല. അത് നമ്മള് മനഃപൂർവ്വമായിട്ട് പഠിച്ചെടുക്കുന്ന ഒരിക്കലും ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അത് എന്താ പറയാ, കുട്ടിക്കാലത്ത് ഞാനൊരു കാര്യം പറയാം. അതായത് ചെറിയ പ്രായത്തിൽ ഞാൻ അച്ഛന്റെ ചങ്ങനാശ്ശേരിയില് ഞാൻ 3-4 വർഷം അവിടെ നിന്നിട്ടുണ്ട്. അപ്പോ ഒരിക്കൽ ഇതുപോലെ ഇതേ നേരത്ത് ഒരു വൈകുന്നേരം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു പാട്ടിങ്ങനെ കേൾക്കുക. സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം
ഏതൊരു കോവിലും ദേവതയാക്കും, ഏത് പൂജാരിയും പൂജിക്കും നിന്നെ, ഏത് പൂജാരിയും പൂജിക്കും. ഈ പാട്ടാണ് എന്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞ ആദ്യത്തെ പാട്ട്, ഒരു സിനിമാ ഗാനം എന്നുള്ള നിലയ്ക്ക്. പിന്നീടാണ് രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി, അത് ദാസാറിന്റെ പാട്ടാണ്. അങ്ങനെ പല പാട്ടുകളും. അപ്പൊ ഇത് അത് കൂടാതെ പിന്നെ നമ്മൾ ഈ ഒരു ടീനേജ് ഒക്കെ ആയപ്പോ ഈ വേദികളിലൊക്കെ പാടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴൊക്കെ ആദ്യ കാലത്തൊക്കെ പാടിയിരുന്നത് ജയൻ സാർ പാടിയ പാട്ടുകളൊക്കെ, ഭക്തിഗാനങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു രീതിയോടൊരു ചേർച്ച ഞാൻ പാടുമ്പോൾ വരുന്നതുകൊണ്ടാകാം. അല്ലാതെ ബോധപൂർവം ഞാൻ ചോദിച്ചത് നമ്മൾ അങ്ങനെ ആക്കണതാണോ അങ്ങനെ വരാൻ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ ഒരു ഗുരുവിന്റെ അടുത്ത് വർഷങ്ങളോളം പഠിക്കുന്നു, കർണാടക സംഗീതം പഠിക്കുന്നു വിചാരിക്കാം, അദ്ദേഹത്തിന്റെ ഒരു ബാണി നമ്മളിലേക്ക് വരിക. അത് തന്നെയാണ് ഇവിടെ പക്ഷെ നമ്മളെ ഗുരു നേരിട്ട് പഠിപ്പിക്കുന്നില്ല, നമ്മള് ഏകലവ്യന്മാരെ പോലെ ഒളിഞ്ഞിരുന്ന് പഠിക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സാറിന്റെ ഒരു എൻട്രി ഒക്കെ അറിയണമെന്ന്, സിനിമയിലേക്കുള്ള എൻട്രി. അതെ, അല്ല അതിനു മുൻപ് ആക്ച്വലി ഗണേശ് ചേട്ടൻ ധാരാളം സ്റ്റേജുകളിൽ ധാരാളം പാടിയിട്ടുണ്ട് ഈ എല്ലാ പ്രൊഫഷണൽ ട്രൂപ്സിന്റെ കൂടെയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിവോഷണൽ അല്ലേ, പിന്നെ നാടക ഗാനങ്ങൾ എന്തോരോ പാടിയിരിക്കുന്നത്. അതിൽ അവാർഡൊക്കെ കിട്ടിയിട്ടില്ല, നല്ല ഏറ്റവും നല്ല ഗായകനുള്ള 2006 എത്ര അല്ലെ, ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഒപ്പം തന്നെയാണ് എന്റെ ഫിലിമിലേക്കുള്ള അതിങ്ങനെ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും എന്റെ സംഗീത ജീവിതത്തിൽ ചങ്ങനാശ്ശേരിക്ക് ഒരു പ്രധാന പങ്കുണ്ട്, അതിൽ സിനിമയ്ക്കും ഉണ്ട്. കാരണം ഞാൻ ആദ്യം പാടിയ സിനിമയുടെ ഡയറക്ടർ ചങ്ങനാശ്ശേരിക്കാരൻ അദ്ദേഹം ഇന്നിപ്പോ ഇല്ല അല്ലേ, അദ്ദേഹം റീസെന്റ് മരിച്ചു. നാടകഗാനം എനിക്ക് അവാർഡ് കിട്ടിയ പാട്ടിന്റെ 2 വരികള്. തീർച്ചയായിട്ടും ഗണേശേട്ട ആ പാട്ടൊന്ന് പാടിയാലും നമുക്ക് 2006 ഏറ്റവും ബെസ്റ്റ് ഗായകനുള്ള അവാർഡ് കിട്ടിയ നാടകഗാനം, സംഗീത നാടക അക്കാദമി അവാർഡ്. അതെ, അത് സെബി നായരമ്പലം കമ്പോസ് ചെയ്ത പാട്ടാണ്. ഒരു സൂര്യഹൃദയത്തിൻ നൊമ്പരങ്ങൾ നറുവയിൽ ചിരിയാലേ ഒളിച്ചു വയ്ക്കും, മൂവന്തി അണയുമ്പോൾ നിഴൽ വീണു കുറുകുമ്പോൾ മൂകത കറുപ്പായി നിറഞ്ഞു നിൽക്കും, ഒരു സൂര്യഹൃദയത്തിൻ നൊമ്പരങ്ങൾ. ഒരുപാട് നാടകഗാനമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അത് ഈ സെബിച്ചേട്ടൻ കമ്പോസ് ചെയ്യുന്ന എല്ലാ പാട്ടും സിനിമാറ്റിക്കാണ്. യുവജനോത്സവ വേദിയിലെ ഫസ്റ്റ് എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്? എനിക്ക് 3 തവണ എ ഗ്രേഡും 1 തവണ ഫസ്റ്റ്, മറ്റേ 2 തവണ 3rd പ്രൈസ് ആയിരുന്നു. നമ്മളിങ്ങനെ സംഗീതത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കായിരുന്നു, നമ്മുടെ കൂടെ സംഗീതം അതിനെ നമ്മുടെ കൂടെ കൂട്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ അധ്യാപകരെ തേടി പോകുന്നു, സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ പാട്ടുകൾ പഠിക്കുന്നു, നമ്മള് റേഡിയോയിൽ ഓഡീഷന് പോകുന്നു, അതിനിടയ്ക്ക് പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ പാടുന്നു, മത്സരവേദികളിൽ പ്രൈസ് വാങ്ങിക്കുന്നു. ഈ പറഞ്ഞ ഇപ്പം ആൾക്കാർക്ക് ഒത്തിരി പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ടാകും. ഇന്റർവ്യൂലൊക്കെ പറയാറുണ്ടോ, എന്നാലും അത് ശ്രദ്ധിക്കാതെ പോയ ആൾക്കല്ലേ പറയാ. സംഗീത നാടക അക്കാദമി അവാർഡ്, നാടക അക്കാദമി അവാർഡിന്റെ ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് കിട്ടിയത്, പിന്നെ 5000 പാട്ടുകളോളം പാടിയത് ഡിവോഷനില്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം സുരേഷ് ജി ചോദിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, ബിജി ബാൽ സാറിന്റെ ഒരു കണക്ഷൻ 10-35 ഫിലിം സോങ് പാടിയിട്ടുണ്ടാകും. അതിലെനിക്കൊന്നൊരു 10-22 എണ്ണവും ബിജി സാറിന്റെ ആയിരുന്നു അല്ലേ? അല്ല അത് അല്ല, ബിജിക്ക് തന്നെ അറിയാം. എനിക്ക് ബിജിയുടെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. കാരണം ആദ്യമായിട്ട് ബിജി ഒരു 2000 ആണ്ടിലാന്ന് തോന്നുന്നു ആദ്യം എന്നെ ഒരു പാട്ടിന് വേണ്ടി വിളിക്കുന്നത്. അന്ന് ബിജി സിനിമയിൽ എത്തിയിട്ടില്ല, ഞാനും ആ സമയത്ത് എത്തിയിട്ടില്ല. അപ്പൊ അന്ന് ഇദ്ദേഹം എന്നെ പാട്ട് ഇത് വീട്ടിൽ വന്ന് എന്നെ പഠിപ്പിക്കായിരുന്നു ആ പാട്ട് പുള്ളി. അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു ബിജി. അപ്പൊ ബിജി വന്ന് പാട്ട് പറഞ്ഞു തന്നപ്പോ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. കാരണം വെച്ചാൽ പുതുമയുണ്ട്. അന്നേ എനിക്ക് തോന്നിയിരുന്നത് ഇതിപ്പോ നമ്മളിപ്പോ ഒരു കൺവെൻഷണൽ സ്റ്റൈലിൽ നിന്നൊക്കെ വിട്ടിട്ടുള്ള ഒരു കമ്പോസിങ് സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ, അത്തരക്കാരുടെ കൂടെ കൂടാൻ. ഇത് പറഞ്ഞപ്പോഴാണ് നേരത്തെ വയലിൻ എന്ന പാട്ടിലെ പാട്ട് പോലെ തന്നെ മനോഹരമായിട്ടൊരു പാട്ടാ ഒറ്റത്തൂവൽ. അതെ അതെ, അത് മമ്മൂട്ടി സാറിന്റെ പടം അല്ല, അത് ആസിഫ് അലി, കുഞ്ചാക്കോ ബോബനുണ്ട്. അതുകൂടെ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമായ കൂടുതലും ആസിഫ് അലിക്കാണ് ഏട്ടന്റെ പാട്ടുകൾ വന്നിരിക്കുന്നത്. അല്ല, ഈ വയലിൻ ഒരു സിനിമ ഉണ്ടായിരുന്നു, പിന്നെ ഇത് 2 സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് 4 സിനിമകളും പാടി. ഓക്കെ, അതിലേക്ക് വരാമേ. അതിന് നമുക്ക് ഈ ഒറ്റത്തൂവൽ എന്തൊരു ബ്യൂട്ടിഫുൾ സോങ് അത്. പട്ടം പോലെ ജന്മം പൊട്ടിപ്പോയ നാളിൽ എത്തി നിന്റെ മുന്നിൽ ഞാനൊരൊറ്റ കമ്പി പോലെ, ഇന്നും നിന്റെ മൗനം പണ്ടേ ഞാൻ അറിഞ്ഞു,
തമ്മിൽ തമ്മിൽ മിണ്ടാതെന്റെ ഉള്ളിൽ പൂത്തു നിന്നു. നിന്നോടു ഞാൻ കലപില കഥ പാടി, കാണാദൂരെ ഒരു കിളിയേറ്റു പാടി. എള്ളോളം പെണ്ണല്ലേ കളിയൂഞ്ഞാൽ കനവോലും ഒരു നാടൻ പെണ്ണ്. ഒറ്റത്തൂവൽ പക്ഷി നിന്റെ ചുണ്ടത്തായി ഉപ്പിലിട്ട പച്ച നെല്ലിക്ക. ഉച്ചവെയിൽ കണ്ണു പൊത്തിക്കളിക്കുന്ന നേരത്ത് തട്ടത്തിന്മേലപ്പൂപ്പൻ താടി. കുപ്പി വളത്തണ്ടു പോലെ നിന്റെ പൊട്ടിച്ചിരി ഞാൻ കുറ്റിപ്പെൻസിൽ കൊണ്ടു വരയ്ക്കാം. അഴകോലും കൊലുസിട്ട ഒരു പാവക്കുട്ടി. ഒരു പാവക്കുട്ടി. പാവക്കുട്ടി. കണ്ടാ, അതാ ഞാൻ പറഞ്ഞ ആ നോട്ടിന്റെ സംഭവം. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ആ നാടൻ പെണ്ണിന്റെ അകത്തും ഉണ്ട് ആ സാധനം. അതെ. ഇപ്പൊ ബിജിയുടെ ആ കാറ്റഗറിയിലുള്ള മ്യൂസീഷ്യൻസ് ആരായാലും ചെറിയ യങ്സ്റ്റേഴ്സ് ആര് വിളിച്ചാലും നമുക്ക് പ്രത്യേക ഒരു എന്തൂസിയാസം ഉണ്ട്. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ഒരു പുതുമ അതിനകത്ത് കൊണ്ടുവരും. അതുകൊണ്ട് പിന്നെ അവരുടെ എന്ന് വെച്ചാൽ അവര് വ്യക്തമായ ധാരണയുണ്ട്. അവർക്ക് ഒരു പാട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് നമുക്ക് അവർ പറയുന്നത് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ അവർ പറയുന്ന ന്യൂആൻസസ്, അവർ പറയുന്ന സസ്റ്റെയിൻ, അവർ പറയുന്ന മോഡുലേഷൻസ് ഒക്കെ കൊടുത്താൽ മാത്രം മതി. ഒരു മെഷീൻ പോലെ നിന്ന് കൊടുത്താൽ മതി സത്യത്തിൽ. അതെ ഇപ്പൊ ഒരു നല്ലൊരു പാട്ട്, നല്ലൊരു ലവ് സോങ് ആണ്. MR ജയഗീത എഴുതി ബിജി കമ്പോസ്. ആ ഒരു രീതി വെച്ചൊരു മാപ്പിളപ്പാട്ടിന്റെ പക്ഷെ നല്ല പദങ്ങളൊക്കെ അത്തരത്തിലുള്ള അതാണ്. അല്ലാത്തൊരു സിനിമ പോലെ പാട്ട് പോലെ തന്നെ തോന്നുന്നു. എല്ലാരും അങ്ങനെ കരുതി സിനിമ പാട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ പാട്ട് വളക്കിലുക്കിയൻ കൽബി നിറയത്ത് നീ കളമൊഴി ഇന്നിശലു പാടുമ്പോൾ കണ്ടു ഞാൻ തളിരു പോലാ കയ്യിലെന്നുടെ ഹൃദയമൈലാഞ്ചി എൻ പ്രണയമൈലാഞ്ചി. അങ്ങനെ റൊമാൻറ്റിക് ആണോ ഗണേശേട്ടാ? എല്ലാ പാട്ടും ഗണേശേട്ടൻ റൊമാൻറ്റിക് ആണോ എന്നാണ് ചോദിച്ചത്. അതെന്റെ ഭാര്യയോട് ചോദിച്ചാൽ മതി, അവള് പറയും. ഫാമിലിയെ കുറിച്ച് പറയും. അതെ, സ്മിത. അതെ, 2 ആൺകുട്ടികൾ, ശങ്കറും ശ്രീധറും. അതെ. ഗണേശേട്ടാ, ഇന്നിപ്പോ നമ്മള് ഈ പരിപാടി നമ്മൾ തുടങ്ങുമ്പോ തന്നെ പ്രിയങ്ക എന്നോട് പറഞ്ഞു വെള്ളിമൂങ്ങയിലെ പാട്ട് ചോദിക്കണേ, വെള്ളിമൂങ്ങയിലെ പാട്ട് എന്തായാലും ഗണേശേട്ടനെ കൊണ്ട് പാടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പാടിയാലോ? കാശ് തരണം. എനിക്ക് ആ പാട്ട് പാടിയപ്പോ ഗണേശേട്ടന് കാശ് കിട്ടില്ല. അതെ, ബിജിയുടെ പാട്ട് എല്ലാത്തിനും കാശ് തരും. ഏത് പാട്ട് പാടിയാലും ബിജി കാശ് തരും. അയ്യോ, ഒന്നും പെൻഡിങ് ഇല്ല. അത് കേൾക്കാം. വെള്ളിമുങ്ങയിലെ അത് ഇപ്പൊ നല്ല ഹിറ്റ് ആയിരുന്നു. വയലിൻ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗണേശേട്ടന്റെ വയലിനേക്കാൾ ഹിറ്റ് ആയിരുന്നു. ആ ഫിലിമും ഹിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതു ദേവദൂതികേ. പള്ളിത്തിരുനാളിൽ പുതുവെള്ളിത്തേരിൽ ഉള്ളം ചേർന്നാമോദം തുള്ളിപ്പോകെ, കടലിലലയും കാറ്റുപോലെ ഞാൻ. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതു ദേവദൂതികേ. ഗണേശേട്ടാ, മമ്മൂക്കയ്ക്ക് വേണ്ടിട്ട് 4 ഫിലിമിൽ പാടിയെന്ന് പറഞ്ഞല്ലോ. ഏതിലൊരു പാട്ട് പാടാം. അതിനകത്ത് മമ്മൂട്ടി സാർ ലിപ്പ് ചെയ്ത 4 വരിയുണ്ട്, അത് പാടാം. അതൊരു മെയിൽ ഡ്യുവറ്റ് ആയിരുന്നു. സോനു നിഗം അദ്ദേഹവും. അത് ചക്കരമാവിൻ കൊമ്പത്ത് എന്ന് പറയുന്നൊരു പാട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. അതിന്റെ ഇടയ്ക്ക് കാത്തരുളേണം ഭഗവാനേ കാനനവാസ മണികണ്ഠ, കഥനക്കടലിൽ നീന്തിടുമെന്നെ കരകേറ്റേണം ശാസ്താവേ, കാത്തരുളേണം ഭഗവാനേ കാനനവാസ മണികണ്ഠ, കഥനക്കടലിൽ നീന്തിടുമെന്നെ കരകേറ്റേണം ശാസ്താവേ. അത്രേ ഉള്ളൂ. അത് ഒരു ഭജന പോലെ അല്ലേ? അതെ, അതൊരു കെട്ടുമുറുക്കുന്ന ഒരു സീനോ അങ്ങനെ എന്താണ്, അങ്ങനത്തെ ഒരു സീനില്ല. അതിന് വില കയറിയിരുന്നോ? ഞാൻ ഇരിക്കാൻ വരുവായിരുന്നു, നിക്കല്ലേ, കാല് കഴിച്ചു. അന്ന് ഇരുന്നോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മള് ബിജുപാൽ സാറിന്റെ കുറെ പാട്ടുകൾ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? എല്ലാ പാട്ടും പാട്ടുകള് നല്ല നല്ല പാട്ടുകളാണ്.
അധികം ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ചില പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അല്ലാതെ അതില് ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള എന്താ ഫിലിമിന്റെ പേര്? സു സുധി വാത്മീകം. Yes. അതെ, ജയസൂര്യ നായകനായിട്ടുള്ള സിനിമ. അതൊന്നും അതിൽ ആക്ച്വലി സാധാരണ പാട്ടുകൾ, മിക്കവാറും പാട്ടുകൾ ബിജി എങ്ങനെ വിളിക്കുന്നു പോയി പാടുന്നു എന്നുള്ളതാണ്. ഇതിൽ പക്ഷെ എന്നെ സജസ്റ്റ് ചെയ്തത് സന്തോഷ് വർമ്മ, അതിന്റെ പാട്ട് എഴുതിയ ആളാണ്. പിന്നെ സൂപ്പർ ലിറിസിസ്റ്റ്. അപ്പൊ അത് ഈ പാട്ടിങ്ങനെ രൂപപ്പെട്ടു വന്നപ്പോ അവർ തമ്മിലുള്ള സംസാരത്തിനിടയ്ക്ക് രഞ്ജിത് ശങ്കർ എന്നോട് സന്തോഷാണ് സജസ്റ്റ് ചെയ്തത്, ഈ പാട്ട് ഗണേഷ് പാടിയ നന്നായിരിക്കും. അങ്ങനെയാണ് ആ പാട്ടിലെത്തിയത്. രാവിന്റെ വാത്മീകത്തിൽ തപസ്സിരിക്കുവതെന്തിനോ, 1000 നാവുകളോടിനിയുണരാനോ, ഭൂമി കറങ്ങി വരുന്നു, കാലം തിരിച്ചു വരുന്നു, തുയിലുണര കതിരോൻ തുയിലുണര, മൗനത്തിൻ മുഖപടമൊരു കിളിയണിയുവതെന്തിനോ, 1000 നാവുകളോടിനിയുണരാനോ, പുതിയൊരു നാദം നീട്ടി പുലരൊളിരാഗം നീട്ടി, പറന്നുയര കിളിയേ പറന്നുയര, ആ സ്വാമിയുടെ കൂടെ ഗണേശന്റെ ഫിലിം സോങ് ആണോ പഠിക്കുന്നത്, ഡിവോഷണൽ സോങ്സ് ആണോ പഠിക്കുന്നത്? സ്വാമിയുടെ കൂടെ സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ട്, സിനിമ പാട്ട് ഞാനും സ്വാമിയും ഷെയർ ചെയ്ത് പാടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കോയമ്പത്തൂർ ഒരു പ്രോഗ്രാമില് സ്വാമി പാടുന്നു, അതിനുശേഷം ഞാൻ പാടുന്നു സ്വപ്നങ്ങൾ എന്നുള്ള പാട്ട്. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ അതൊരു വലിയ ഭാഗ്യമായി. പിന്നെ സ്വാമിയുടെ കുറെ പ്രോഗ്രാംസിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പലപ്പോഴും അദ്ദേഹം എൻജോയ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഗണേശന്റെ സ്വാമിയുടെ ഒരു പാട്ട് പാടിയാൽ. ശ്രീ സരസ്വത്യേ നമോസ്തുതേ, വീണാപാണിനി അമൃതഭാഷിണി വിദ്യാവിനോദിനി, ജഗദംബികേ ശ്രീ സരസ്വത്യേ നമോസ്തുതേ, വീണാപാണിനി അമൃതഭാഷിണി വിദ്യാവിനോദിനി, ജഗദംബികേ ശ്രീ സരസ്വത്യേ നമോസ്തുതേ. അത്ര ഓർമ്മയുള്ളൂ. ഇതേപോലെ തന്നെ ദേവിയുടെ സ്തുതിയാ ഞാനും പാടി. ദേവിയുടെ പാട്ടായിരുന്നു. അത് പാടും രണ്ടുപേരും. അന്നപൂർണേശ്വരി സാക്ഷാൽ പരാശക്തി, അഗതികൾക്കനുഗ്രഹം ചൊരിയൂ ദേവി. അന്നപൂർണേശ്വരി സാക്ഷാൽ പരാശക്തി, അഗതികൾക്കനുഗ്രഹം ചൊരിയൂ ദേവി. ഇപ്പൊ നമ്മള് കൊറേ പാട്ടുകൾ പാടി. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് ചിലപ്പം നോക്കിയിരിക്കുന്നുണ്ടാവും ദാസേട്ടന്റെ ഒരു പാട്ട് ഗണേശന്റെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. എല്ലാം എന്റെ പാട്ട് തന്നെയല്ലേ പാടിയുള്ളൂ. അർജുന ഭാഷ ഒരു പാട്ട് ഏത് വെച്ചാ പാടി. ചെമ്പകത്തൈകൾ പൂത്തമാനത്തു പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, അമ്പിളി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി, ചുംബനം കൊള്ളാനൊരുങ്ങി. ഏതായാലും ഒത്തിരി സന്തോഷമായി എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്ര നേരം കഥകൾ പറഞ്ഞതിനും കാര്യങ്ങൾ പറഞ്ഞതിനും പാട്ട് പാടി തന്നതിനും. താങ്ക് യു. എനിക്കും വളരെ സന്തോഷം. ഫ്യൂച്ചർ ടിവിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ്. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ആദ്യമായിട്ടാണ്. എന്തായാലും അധികം സന്തോഷം, വളരെയധികം സന്തോഷം.